بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1378 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 22-23 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 22-23 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്തു തുടങ്ങിയ ആയാത്തുകൾ മുതൽ ഏതാനും ആയാത്തുകൾ തുടർച്ചയായിട്ട് അള്ളാഹുവിന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പ്രപഞ്ച സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള മഹത്തരമായ വിസ്മയകരമായ ദൃഷ്ടാന്തങ്ങൾ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രപഞ്ച സംവിധാനത്തിനും മനുഷ്യന്റെ സൃഷ്ടിപ്പിനും പുറകിൽ സമഗ്രമായ ഒരു ആസൂത്രണമുണ്ട്. ഒരു ആസൂത്രകനെ തീർച്ചയായിട്ടും ആ സൂചനകളിൽ നിന്ന് കാര്യങ്ങളെ ശ്രദ്ധാപൂർവം വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ആസൂത്രകന്റെ പ്രവർത്തനം പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിന്റെ പുറകിലുമായിട്ട് സദാ ഉണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിലുള്ള പ്രപഞ്ചത്തിലെയും മനുഷ്യ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് ആണ് എന്നതും അതേ തുടർന്ന് മനുഷ്യൻ ഭൂമുഖത്താകെയായി വ്യാപിച്ചു എന്നതും അതുപോലെ ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു എന്നതും മനുഷ്യർക്കായി അവരുടെ തന്നെ വർഗത്തിൽപ്പെട്ട ഇണകളെ സൃഷ്ടിച്ചു എന്നതുമൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വളരെ വിസ്മയകരമായ പ്രതിഭാസങ്ങളാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മവദ്ദത്തും റഹ്മത്തും രണ്ട് വികാരങ്ങൾ, സ്നേഹവും കാരുണ്യവും, ഈ രണ്ട് സംഗതികളെയും
ശക്തിപ്പെടുത്തിക്കൊണ്ട് കുടുംബ സംവിധാനത്തെ സാധ്യമാക്കിയതും അതിലൂടെ വളരെ ഫലപ്രദമായി പ്രവർത്തനക്ഷമമാകുന്ന ഒരു സാമൂഹ്യ ഘടന ഉണ്ടാക്കിയതുമൊക്കെ തന്നെ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ആസൂത്രണത്തിന്റെ ദൈവികമായ സൂചനകളാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മനഃശാന്തി ലഭിക്കുന്നത് പുരുഷനായാൽ പുരുഷന്റെ കാര്യത്തിൽ ഒരു സ്ത്രീയിലൂടെയും സ്ത്രീയുടെ കാര്യത്തിൽ ഒരു പുരുഷനിലൂടെയുമാണ് സക്കീനത്ത് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു അടങ്ങൽ അല്ലെങ്കിൽ ഒരു ശാന്തി അനുഭവിക്കല് ഉണ്ടാകുന്നത്. അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇണയെയാണ് മനുഷ്യന് വേണ്ടി അള്ളാഹു അതേ വർഗത്തിൽ നിന്നായി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ആയത്തിൽ വേറെ ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർള്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും വഖ്തിലാഫു അൽസിനതിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷയും വർണ്ണവും വൈവിധ്യമുള്ളതായി മാറിയതും. അള്ളാഹുവിന്റെ വളരെയേറെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആലോചനയ്ക്ക് വിധേയമാക്കാൻ പര്യാപ്തമായ ചിന്ത ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വമിൻ ആയാത്തി, ഈ ഒരു പാറ്റേണിൽ തുടങ്ങുന്ന ധാരാളം ആയത്തുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിൽ. വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ള പല പ്രതിഭാസങ്ങളും മനുഷ്യന്റെ ചിന്തയെ ആകർഷിക്കുന്ന വിധത്തിൽ അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തമായുള്ള നിർമ്മാണം, അതിന്റെ സൃഷ്ടിപ്പ് എന്നത് വളരെ ലളിതമായി നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള ആസൂത്രണം അതിന്റെ പുറകിലുണ്ട് എന്നത് ഓരോ പ്രപഞ്ച പ്രതിഭാസത്തെയും നിരീക്ഷിക്കുന്ന ഘട്ടത്തിലും മനുഷ്യന് ബോധ്യപ്പെടും. എല്ലാ ശാസ്ത്ര മേഖലകളും യഥാർത്ഥത്തിൽ ഈ ആകാശങ്ങളും ഭൂമിയും മനുഷ്യനും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആകാശങ്ങളും ഭൂമിയും എന്നത് നമ്മുടെ കാലഘട്ടത്തിൽ പ്രപഞ്ചം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് പരാമർശിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട മറഞ്ഞുകിടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ ദിനം പ്രതി മനുഷ്യര് പഠന വിധേയമാക്കി അതേക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പല ധാരണകളിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമുഖത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടായത് അന്ന് മുതൽ ഇന്നുവരെ മനുഷ്യൻ നിരന്തരമായിട്ട് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിഗൂഢതകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശാസ്ത്ര മേഖലകളും ഈ വിധത്തിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം നിഗൂഢമായ മറഞ്ഞുകിടക്കുന്ന പല സംഗതികളെയും അനാവരണം ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണുള്ളത്. എല്ലാ ശാസ്ത്ര മേഖലയിലും നടക്കുന്നത് ഈ ഒരു കാര്യമാണ്. അതിന്റെ വ്യത്യസ്തമായ ബ്രാഞ്ചുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അസംഖ്യം പഠന മേഖലകൾ നിലവിൽ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെയും തന്നെ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുള്ള മറഞ്ഞുകിടക്കുന്ന നിഗൂഢമായി കിടക്കുന്ന ദൈവിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്.
അതേപോലെ വിസ്മയകരമായ ഒരു സംഗതിയാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിഗൂഢതകൾ. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി, മനുഷ്യന്റെ സകല പ്രത്യേകതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന മേഖല. ഇത് രണ്ടും തന്നെ പ്രപഞ്ചമായാലും മനുഷ്യനായാലും മുഖ്യമായും മനുഷ്യന്റെ പഠന ശ്രദ്ധ പതിയുന്ന രണ്ട് മേഖലകള് വൈജ്ഞാനിക ലോകത്ത് ശാസ്ത്രാന്വേഷണ മേഖലയില് ഈ രണ്ട് സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, പ്രപഞ്ചവും മനുഷ്യനും. ഇവിടെ അള്ളാഹു ഒന്നാമതായിട്ട് ഖൽഖുസ് സമാവാത്തി വൽ അർളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിശുദ്ധ ഖുർആന്റെ ഒട്ടേറെ ആയത്തുകൾ നമ്മുടെ ശ്രദ്ധ പലപ്പോഴായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആകാശവും ഭൂമിയും അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടിപ്പ് എന്നത് താനെ ഉണ്ടായ ഒരു സംഗതിയാണ് എന്നൊക്കെ സങ്കല്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ശാസ്ത്രത്തിന് ആ ഒരു ധാരണയില് നിലനിൽക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രം അതിന്റെ പുറകിലെ ഒരു ഫോഴ്സ് എന്തായാലും ഉണ്ടാകും എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള അന്വേഷണങ്ങള് പല വിധത്തിലുള്ള ധാരണകളിലേക്കും കണ്ടെത്തലുകളിലേക്കും ഒക്കെ മനുഷ്യനെ നയിക്കുന്നുണ്ട്. ഖുർആൻ അത് വളരെ വ്യക്തതയോടുകൂടി പറയുന്നത് അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടായ, നിലവിൽ വന്ന ഒരു സംവിധാനമാണ് പ്രപഞ്ചം എന്നത്. അതിലോരോ വളരെ സൂക്ഷ്മമായ തലങ്ങളും തന്നെ ഓരോന്നും നിരീക്ഷിച്ചാൽ, ഒരു മണൽത്തരി പോലും നമ്മൾ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നത് വളരെ വിദഗ്ധമായി, വളരെ സമർത്ഥമായി, വളരെ അന്യൂനമായ വിധത്തിലാണ് എന്നത് കാണാൻ കഴിയും. എല്ലാ സംഗതികളും തമ്മിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഹാർമണി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മണ്ണും മണ്ണിലെ പദാർത്ഥങ്ങളും, അതുപോലെ വായു മണ്ഡലവും, മഴയും, അതുപോലെ തുടങ്ങിയിട്ടുള്ള പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും പരസ്പരം യോജിപ്പുള്ള വിധത്തിൽ, പരസ്പരം കടപ്പെട്ടിരിക്കുന്ന വിധത്തിലാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഭൗതികശാസ്ത്രം, അതുപോലെ ജന്തുശാസ്ത്രം, അതുപോലെയുള്ള മേഖലകള്, അതുപോലെ രാസപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രസതന്ത്ര പഠനം, ഇങ്ങനെ ഒരുപാട് പഠന മേഖലകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ സൂക്ഷ്മമായ പല ഉപമേഖലകളും അതും പഠന വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമഗ്രത എന്നൊരു കാര്യം, ഒന്നും ഒന്നിനോട് ചേരാതെ നിൽക്കുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്ന, പരസ്പരം എല്ലാം ഒരുമിച്ച്, അല്ലെങ്കിൽ എല്ലാം ഒരു വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായി വളരെ ഇന്റഗ്രേറ്റഡ് ആയ നിലക്കാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസവും നമുക്ക് സൂക്ഷ്മമായിട്ട് പഠന വിധേയമാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിധത്തില് ആകാശങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ച സംവിധാനത്തെ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ വഖ്തിലാഫു അൽസിനത്തിക്കും വാൽവാനിക്കും, മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും. അൽസിനത്ത് എന്നത് ലിസാൻ എന്നതിന്റെ ബഹുവചനാണ്, ഭാഷകൾ എന്നാണ് അതിന്റെ സൂചന. അതുപോലെ അൽവാൻ എന്നത് ലൗൻ എന്നതിന്റെ, വർണ്ണം എന്ന പദത്തിന്റെ ബഹുവചനാണ്. മനുഷ്യന്റെ ഭാഷയും വർണ്ണവും വൈവിധ്യമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യോൽപത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാന ആശയം തന്നെ, മനുഷ്യന്റെ ഉത്ഭവം, എല്ലാ മനുഷ്യരും ഒരൊറ്റ തുടക്കമാണുള്ളത് എല്ലാവർക്കുമായിട്ട്. ഒരു ആണിൽ നിന്നും
ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ് മനുഷ്യനെ, ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വിധത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ നമ്മൾ അത് കാണുകയുണ്ടായി. അള്ളാഹു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യവർഗം ഭൂമുഖത്താകെ വ്യാപിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവല്ലോ തൊട്ടു മുകളിലായി. ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ ഈ ഭാഷ വൈവിധ്യമുള്ളതായി മാറിയതും വർണ്ണം വൈവിധ്യമുള്ളതായി മാറിയതുമൊക്കെ അള്ളാഹുവിന്റെ അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന നിലക്കാണ്. ഒരേ രീതിയിലാണ് മുഴുവൻ മനുഷ്യരും ഒരേ സ്രോതസ്സിൽ നിന്നാണ് ഉത്ഭവിച്ചുണ്ടായിട്ടുള്ളതെങ്കിൽ എല്ലാ മനുഷ്യരും തന്നെ ഒരേ ഭാഷ സംസാരിക്കുന്നവരാകും എന്നാണ് നമ്മൾ സ്വാഭാവികമായും സങ്കല്പിക്കുക. പക്ഷെ മനുഷ്യർക്കിടയിൽ ഇന്ന് നിലവിലുള്ള ഭാഷകൾ തന്നെ 6000-ത്തിലധികം ഭാഷകൾ ലോകത്ത് ഇന്ന് ഉപയോഗത്തിലുണ്ട്. പ്രാധാന്യമുള്ള ഭാഷകള്, കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകള്, ലോക ഭാഷ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ചില ഭാഷകൾക്ക് പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഭാഷകൾ എങ്ങനെ ഈ വിധത്തിൽ വൈവിധ്യമുള്ളതായി വന്നു എന്നത് തീർച്ചയായിട്ടും നമ്മുടെ പഠനം നടക്കേണ്ട, നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ്. ആദമും ഹവ്വയും അവരുടെ മക്കളുമായിട്ട് മനുഷ്യ സമൂഹം നിലവിൽ വന്നപ്പോൾ അവർക്കിടയിൽ ആശയവിനിമയത്തിന് ഒരേ ഒരു സംവിധാനം, ഒരേ ഒരു ഭാഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരേ ഒരു ഭാഷയിൽ നിന്ന് ഇന്ന് ലോകത്ത് മനുഷ്യര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 6000-ത്തിലേറെ ഭാഷകള് ഉണ്ട് എന്നത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. ഈ ഒരു പ്രതിഭാസം എങ്ങനെയാണ് ഈ ഭാഷാ വൈവിധ്യം എന്നൊരു സംഗതി ഉണ്ടായത് എന്നതിലേക്ക് ഒരു സൂചന നൽകുന്ന ഒരു പ്രയോഗം അള്ളാഹു ഈ ആയത്തിനകത്ത് ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ പദം ഇഖ്തിലാഫ് എന്നതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷയും വർണ്ണങ്ങളും വൈവിധ്യമുള്ളതായി മാറിയത് എന്നതാണ്. ഇഖ്തലഫ എന്ന അറബി വാക്കുന്നാണ് ഇഖ്തിലാഫ് വരുന്നത്. യഥാർത്ഥത്തില് വേറൊരു കോണ്ടെക്സ്റ്റിൽ അതിന്റെ അർത്ഥം അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ വിയോജിപ്പ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നതയുണ്ടായി, വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരായി മാറി എന്നതൊക്കെയാണ് അതിന്റെ സൂചന. ഇവിടെ ഇഖ്തിലാഫു അൽസിനത്ത് എന്ന് പറഞ്ഞ ഭാഷ ഒരുപോലെ അല്ലാതെയായി മാറി. ഒരേ സ്രോതസ്സിൽ നിന്നാണ് എല്ലാവരും വന്നതെങ്കിലും പലരും വ്യത്യസ്തമായ വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. ഒരേ ഭാഷ സംസാരിച്ചിരുന്ന പാരന്റ്സിന്റെ തലമുറകൾ പിന്നിട്ട ശേഷമുള്ള മക്കൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ, പരസ്പരം ഇന്റലിജിബിൾ അല്ലാത്ത ഭാഷകളാണ്. പരസ്പരം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തില് വ്യത്യസ്തതയാണ് ഓരോ ഭാഷയും തമ്മിലുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. വലിയൊരു സാമൂഹ്യ ശാസ്ത്രപരമായ ഒരാശയം ഇതില് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. മനുഷ്യ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചാല് ഈ സമൂഹങ്ങളൊക്കെ ചേർന്ന് നിൽക്കുകയും കൂട്ടായ്മയായി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർക്കിടയിൽ ചില അകൽച്ചയും ഭിന്നതയും ഒക്കെ ഉണ്ടായി വരുന്നതും നമുക്ക് കാണാൻ കഴിയും. അഭിപ്രായ ഭിന്നതകളിൽ നിന്നാണ്, അല്ലെങ്കിൽ നിലപാടുകളിലെ വ്യത്യസ്തതകളിൽ നിന്നാണ് ഈ അകൽച്ച രൂപപ്പെടുന്നത് എന്നതും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരിടത്ത് താമസിച്ചിരുന്ന ആളുകൾ പലയിടങ്ങളിലേക്കായിട്ട് മാറി താമസിക്കുന്നതും, പലപ്പോഴും അത് വിഭവങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് ഉള്ള സ്ഥലം തേടിപ്പോയിക്കൊണ്ട്, അതുപോലെ ജലസാന്നിധ്യമുള്ള ഇടം കണ്ടെത്തുമ്പോൾ
അതിൽ താല്പര്യം കാണിച്ചുകൊണ്ട്, അതുപോലെ ജീവിതായോധനത്തിനൊക്കെ എളുപ്പമാകുന്ന സൗകര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒക്കെ അങ്ങനെയും മനുഷ്യര് ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാറുണ്ട്. അതിന്റെയൊക്കെ ഒരു തുടക്കം ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ ഭിന്നതയോ പരസ്പരം ഒത്തൊരുമിച്ച് സ്വരച്ചേർച്ചയിൽ പോകാൻ പ്രയാസം നേരിട്ടതോ ഒക്കെയായ എന്തെങ്കിലും ഒരു വിഷയമൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അകൽച്ചയിലൂടെ ആളുകള് ഒരല്പം അകന്നു വന്നത് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ പിന്നെ ഒരു 100, 150, 200 വർഷങ്ങള് പരസ്പരം കാണാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള അകലങ്ങളിൽ താമസിച്ചു തുടങ്ങിയാൽ ക്രമേണ സംഭവിക്കുന്ന ഒരു സംഗതി, ഉദാഹരണത്തിന് നമ്മുടെ കൺമുന്നിലുള്ള ഒരു ചിത്രം, അത് നമുക്ക് അതിന്റെ ചരിത്രം ശരിക്കും മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കേരളത്തിലെ മലയാള ഭാഷ നമുക്ക് പ്രചാരത്തിലുള്ളത്, അതിന്റെ സ്വഭാവം പ്രത്യേകതകളും ഒക്കെ അറിയാമല്ലോ. ദ്വീപുകളില് ചിലയിടങ്ങളില്, ലക്ഷദ്വീപില് ചിലയിടത്ത് മലയാള ഭാഷ തന്നെ സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ മലയാള ഭാഷ കേട്ടാൽ നമുക്ക് മലയാളമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. അത്രയും വ്യത്യസ്തമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. ഒരു 100 കൊല്ലം മുമ്പാണ് ലക്ഷദ്വീപിലെ പലയിടങ്ങളിലെയും മലയാളികള് കേരളത്തിൽ നിന്ന് അവിടെ എത്തി പുതിയൊരു സമൂഹം ഫോം ചെയ്യപ്പെടുന്നത്. ആ 100 കൊല്ലത്തിന് ഇടക്ക് കേരളത്തിലെ ആളുകൾ സംസാരിക്കുന്ന മലയാളവും ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ആളുകള് അവരുടെ പിന്മുറക്കാരും ഒക്കെ സംസാരിക്കുന്ന മലയാളവും തമ്മിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഒരു ഭാഷയിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ട് അനുഭവപ്പെടുന്ന മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഉദാഹരണമാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ ഇംഗ്ലീഷുകാര് നോക്കി നിൽക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായി മാറിയത് നമ്മൾ കാണുന്നത്. ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്ന സ്വഭാവത്തിലുള്ള ഭാഷാപരമായ പ്രത്യേകതകളുള്ള വിധത്തിലല്ല അമേരിക്കയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാരുടെ പിന്മുറക്കാര് സംസാരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാരുടെ പിന്മുറക്കാര് സംസാരിക്കുന്നത്. ഒരേ ഭാഷയാണ് എങ്കിൽ പോലും വളരെയേറെ വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് അവരുടെ സംസാരം, ശൈലി, ആക്സെന്റ്, വൊക്കാബുലറി, അതുപോലെ വ്യാകരണത്തിലെ ചില വിഷയങ്ങള്, സ്പെല്ലിംഗ്, ഇങ്ങനെയുള്ളതിലൊക്കെ വലിയ മാറ്റമുള്ള വിധത്തിൽ ഭാഷ മാറുകയാണ്. പക്ഷെ ഒരു 300, 400 വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും മറ്റൊരു ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടില്ല ഈ ഇടങ്ങളിലൊന്നും തന്നെ. കാരണം അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങള് പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും അൺഇന്റലിജിബിൾ ആയ ഭാഷകളായിട്ട് ഇത് മാറാത്തത്. എന്നാൽ ലക്ഷദ്വീപിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീർഘമായൊരു കാലം, 3, 4 തലമുറകൾ പിന്നിടുന്നത് വരെ കേരളക്കരയിലെ അവരുടെ പഴയ ബന്ധങ്ങളുമായിട്ട്, പഴയ ആളുകളുമായിട്ട് ബന്ധം ഇല്ലാതെ പോയി എന്നതുകൊണ്ടായിരിക്കണം. അതുപോലെ പ്രാദേശിക സ്വാധീനം, മറ്റു പല ഭാഷകളുടെയും സ്വാധീനം കൂടി അവരിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മലയാളം അവർ സംസാരിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോ എല്ലാ ഭാഷകളുടെയും തുടക്കം ഒരു ഭാഷയിൽ നിന്നായിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ആളുകളിൽ സാമൂഹ്യമായി അകലുന്നതിന്റെ ഫലമായിട്ടും പുതിയ പല സ്വാധീനങ്ങളും വന്നു ചേരുന്നതിന്റെ ഫലമായിട്ടും ഒക്കെ ഒരു ഭാഷ തീർത്തും വ്യത്യസ്തമായ ഒരു ഭാഷയായിട്ട് മാറുകയാണ്. ഈ പ്രക്രിയ നിരന്തരം തുടരുന്നുണ്ട്. ഇത് നമുക്ക് തടയിട്ട് നിർത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നമുക്കത് ബ്ലോക്ക് ചെയ്ത് ആ വിധത്തിലുള്ള ഭാഷയുടെ ഡെവലപ്മെന്റിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയില്ല. എന്റെ ഭാഷയിൽ കാലം കൊണ്ട് മാറ്റം ഉണ്ടാവരുത്, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഈ ആളുകൾ പോകുന്നത് കൊണ്ട് എന്റെ ഭാഷയിൽ ഒരു സ്വാധീനം ഉണ്ടാവരുത് എന്നൊന്നും തീരുമാനിക്കാൻ ആർക്കും കഴിയില്ല. ഭാഷ നിരന്തരമായിട്ട് അങ്ങനെ വ്യതിയാനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നല്ല, ഇന്ന് നമ്മള്
ഒരാള് നാക്കുപിഴയായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നാളെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രയോഗമായിട്ട് ഭാഷയിൽ നിലവിൽ വരികയാണ്. നമ്മളൊരു വാക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മലയാളത്തിലെ താറുമാറായി എന്നുള്ള ഒരു പദം അല്ലെ ഒരു പ്രയോഗം അതിന്റെ ഒരു ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഉത്ഭവകാലത്ത് ഒട്ടും തന്നെ അഭിലഷണീയമായ ഒരു സൂചനയുള്ള പ്രയോഗമായിരുന്നില്ല. താറ് മാറായി എന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ള ഒരു ബിക്കിനി കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാല് നമ്മള് നെഞ്ചിന്റെ ഭാഗത്ത് വെയർ ചെയ്യണ സാധനം ഹിപ്പിന്റെ ഊരക്ക് താഴെ അരക്ക് താഴെ വെയർ ചെയ്യുന്നതും അരക്ക് താഴെ വെയർ ചെയ്യുന്ന വസ്ത്രം നെഞ്ചിന്റെ മേലും വെയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിപ്പോയാൽ അതാണ് യഥാർത്ഥത്തിൽ താറുമാറായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് ഭാഷയിൽ അത് നിലവാരമുള്ള നല്ലൊരു പദമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. അത് ഉപയോഗിച്ച ആദ്യഘട്ടത്തിൽ ഒരിക്കലും തന്നെ അത്ര അഭിലഷണീയമായ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചതാവാൻ ഇടയില്ല. താറുമാറായി പോയത് വളരെ അപ്രതീക്ഷിതമായിട്ടും ഒരു ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വസ്ത്രങ്ങൾ മാറിപ്പോകുന്ന ഒരു ഗതികെട്ടൊരവസ്ഥ ഉണ്ടായിപ്പോയി എന്നതാണല്ലോ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് ഭാഷയിൽ താറുമാറായി എന്നുള്ളത് അതിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബന്ധവും ഇല്ലാതെ തന്നെ അതുമായിട്ട് ഒരു കണക്ഷനും തോന്നാത്ത വിധത്തിലുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് പദമായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഭാഷയുടെ വളർച്ച, വ്യതിയാനം എന്നൊക്കെ പറയുന്നത്, അതിന്റെ വൈവിധ്യമുള്ളതായി മാറല് എന്ന് പറയുന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഗതിയല്ല. ഇന്ന് നമ്മൾ മോശമായിട്ട് പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു പദം കുറച്ചു കഴിഞ്ഞാൽ അത് നിരന്തരമായി ഉപയോഗിക്കുന്ന കാരണമായിട്ട് അത് കുഴപ്പമില്ലാത്തൊരു പദമാണ് എന്ന ഒരു ധാരണയിലേക്ക് സമൂഹം വൈകാതെ തന്നെ എത്തി എന്ന് വരും. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഈ 4 ലെറ്റേർഡ് അബ്യൂസസ് എന്ന് പറയുന്ന പ്രയോഗങ്ങളുണ്ട്. 4 അക്ഷരങ്ങളുള്ള തെറിവാക്കുകൾ പലതും ഇന്ന് പ്രത്യേകിച്ച് ഹോളിവുഡ്, അമേരിക്കൻ സിനിമകളുടെ ഒക്കെ തള്ളിക്കയറ്റത്തിന്റെ കാരണത്താൽ പുതിയ തലമുറയിൽ നാക്കും തുമ്പില് എപ്പോഴും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായിട്ട് പലതും കാണും. അത് പറയാനൊന്നും നമുക്ക് നാവ് എളുപ്പത്തിൽ വഴങ്ങൂല. പക്ഷെ അത്തരം പ്രയോഗങ്ങള് ഇംഗ്ലീഷുകാരുടെ ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ നിരന്തരമായി ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഭാഷ വൈവിധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി അള്ളാഹു അതൊരു അതിവിസ്മയകരമായ ആയത്താണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് ഇഖ്തിലാഫു അൽസിനത്തിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അൽവാനിക്കും എന്നാണ്. നിങ്ങളുടെ വർണ്ണങ്ങൾ എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ആദമിന്റെയും ഹവ്വയുടെയും വർണ്ണം അല്ല അവരുടെ മക്കൾക്കുള്ളത്. അവരുടെ പിൻതലമുറക്കാർക്ക് പല വർണ്ണങ്ങളുമാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് കടലാസ് പോലെ വെളുത്ത ആളുകള്, അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള ആളുകള്, ഗോതമ്പ് വർണ്ണമുള്ള ആളുകള്, ചുവപ്പ് നിറം കൂടുതലായിട്ട് തൊലിയിൽ തെളിയുന്ന ഒരു വർണ്ണമുള്ള ആളുകള്, കാക്കക്കറുപ്പ് തന്നെ ഉള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകള്, അതുപോലെ മഞ്ഞയോട് ഒരു സാദൃശ്യമുള്ള വർണ്ണമുള്ള ആളുകള്, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത വർണ്ണങ്ങളുള്ളവരായിട്ടാണ് മനുഷ്യരെന്ന് കാണപ്പെടുന്നത്. ഒക്കെ എല്ലാവരുടെയും തുടക്കം ഒരു മാതാവും ഒരു പിതാവുമാണല്ലോ. അങ്ങനെയാണ് ഖുർആൻ നമ്മളെ വളരെ കണിശമായിട്ടും പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യര് വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ളവരായി, വ്യത്യസ്തമായ പ്രകൃതമുള്ളവരായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പരസ്പരം ബന്ധമില്ല എന്ന് തോന്നുന്ന, പരസ്പരം അതിന്റെ പേരില് സുപ്പീരിയോറിറ്റി കാണിക്കുന്നവരും അതുപോലെ മറ്റുള്ളവരെ ഇകഴ്ത്തിയും അവർ ഇൻഫീരിയർ ആണെന്ന് വരുത്തിയൊക്കെ പരാമർശിക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. വർണ്ണത്തിന്റെ പേരിലാണ് ലോകത്തൊരു പക്ഷെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മനുഷ്യ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. റേസിസം എന്ന് നമ്മൾ പറയുന്ന അത് ആ വർഗ അടിസ്ഥാനത്തിൽ വർഗങ്ങളുടെ സുപ്പീരിയോറിറ്റി പറഞ്ഞുകൊണ്ട്
തൊലിവർണ്ണത്തിന്റെ പേരിൽ ഒക്കെ മനുഷ്യർക്കിടയിൽ വലിയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി എടുക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഇതിന് ഭാഷയുടെ വൈവിധ്യം ഉണ്ടാകലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും ആലോചിക്കാവുന്നതാണ്. ഭാഷ വൈവിധ്യം ഉണ്ടായി മാറിയതിന്റെ ഒരു വലിയ സാമൂഹ്യ ശാസ്ത്രം നമുക്ക് കാണാൻ കഴിയാം. അവരുടെ ഡ്രിഫ്റ്റിംഗ് ആണ്. മനുഷ്യർ ഒരിടത്തുനിന്ന് കൂട്ടത്തിൽപ്പെട്ട ചിലര് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക വഴിയാണ് ഭാഷയുടെ ഈ വ്യത്യാസപ്പെടൽ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേ ഒരു പ്രതിഭാസം തന്നെയാണ് വർണ്ണവൈവിധ്യം ഉണ്ടായി വന്നതിന്റെ പുറകിലും ഉള്ളത് എന്ന് കാണാൻ കഴിയും. ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബയോളജിക്കൽ മ്യൂട്ടേഷന്റെ ഫലമായിട്ടാണ് മനുഷ്യന്റെ വർണ്ണങ്ങള് വ്യത്യാസമുള്ളതായി മാറിയിട്ടുള്ളത് എന്നതാണ്. ദീർഘമായ കാലം ഒരു പ്രത്യേക കാലാവസ്ഥയിൽ കഴിയുന്ന അവസ്ഥയിൽ വരുമ്പോൾ അത് ജനറ്റിക് ആയിട്ട് പോലും മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നു എന്നതാണ്. ഇപ്പൊ കറുത്ത വർഗക്കാരന്റെ മക്കള് മിക്കപ്പോഴും സമാനമായ തൊലി വർണ്ണവും ഒക്കെയുള്ള വിധത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ ജനറ്റിക് ആയിട്ടാണ് അത് പകർന്നു നൽകപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. പക്ഷെ ഒരുപാട് കാലം പുറകോട്ട് സഞ്ചരിച്ചാൽ ഈ ആളുകള് കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും തവിട്ട് വർണ്ണമുള്ളവരും ഒക്കെ ഒരേ വർണ്ണം ഉണ്ടായിരുന്ന ആളുടെ മക്കൾ തന്നെയായിരുന്നു എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതാണ് അതിന്റെ വളരെ വിചിത്രമായൊരു പിന്നെ എങ്ങനെ ഇവര് വ്യത്യസ്തമായ വർണ്ണമുള്ളവരായി മാറി? ഒരേ ഭാഷ സംസാരിച്ചിരുന്ന വാപ്പായുടെയും ഉമ്മായുടെയും മക്കള് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരായി മാറിയത് ഏത് വിധത്തിലാണോ അതേ വിധത്തിൽ തന്നെയാണ് ഇവിടെ തൊലിവർണ്ണത്തിലെ വ്യത്യാസവും ഉണ്ടായിരിക്കുന്നത് എന്നൊരു സൂചനയാണ് ഖുർആൻ നൽകുന്നത്. അത് വളരെ വിസ്മയകരമാണ്. അത് പഠിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ആ കണക്ഷൻ മനസ്സിലാവുക. ആളുകള് ഇപ്പോ ആഫ്രിക്കയിലേതുപോലെയുള്ള ഒരു കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് ആളുകൾ ഒരിടത്തുനിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ദീർഘമായ ഒരു കാലയളവിനുള്ളില് ആ ആളുകള് ഇപ്പോ ആഫ്രിക്കയിലുള്ള ആളുകളുടെ പല ശാരീരികമായ പ്രത്യേകതകളും ഉള്ളവരായി മാറാൻ വലിയ സാധ്യതയുണ്ട്. അതൊരു ചെറിയൊരു പീരീഡ് കൊണ്ടുണ്ടാവണ മാറ്റമല്ല, ഒരു ബയോളജിക്കൽ മ്യൂട്ടേഷന്റെ ഒരു പ്രക്രിയയിലൂടെ അത് സംഭവിക്കുന്നത് ഒരു ദീർഘമായ ഒരു കാലയളവിനുള്ളിലാണ്. ഈ കാലാവസ്ഥാപരമായ മാറ്റം ആ ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കാരണമായിട്ട് ഈ വ്യത്യാസം അവരുടെ അപ്പിയറൻസില് തൊലിവർണ്ണത്തിലൊക്കെ ഉണ്ടായി വരുന്നത് അതൊരു ജനറ്റിക് ചേഞ്ച് ആയിട്ട് ദീർഘമായ ഒരു കാലത്തിനുള്ളിൽ സംഭവിക്കുന്നതായിട്ടാണ് അത് സംബന്ധമായിട്ടുള്ള ശാസ്ത്ര വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയാം. ഭാഷയുടെ കാര്യത്തിലും വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഈ മാറ്റം നമുക്ക് ഇത് രണ്ടും ചേർത്ത് പറഞ്ഞതില് ഖുർആൻ വളരെ ശക്തമായ ഒരു സൂചന നൽകുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അള്ളാഹു അവയെ ഉണ്ടാക്കി എന്നത്. അതുപോലെ വഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളും വർണ്ണങ്ങളും വൈവിധ്യമുള്ളതായി മാറിയതും അത് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുക. ഇഖ്തിലാഫു അൽസിനതിക്കും എന്ന് അതേ പദം തന്നെയാണ് ഇഖ്തിലാഫു അൽവാനിക്കും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ വിധത്തിലാണ്. രണ്ടും ഒരുമിച്ച് ഒരേ പ്രക്രിയയാണ്. ഭാഷ വൈവിധ്യമുള്ളതായതിന്റെ ഒരു പ്രതിഭാസം ഇഖ്തിലാഫാണ്. അതേപോലെ തൊലിവർണ്ണം വൈവിധ്യമുള്ളതായി മാറിയതിന്റെ ഒരു അടിത്തറയും ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ പ്രതിഭാസവും ഇഖ്തിലാഫാണ് എന്നത് നമുക്ക് ഇവിടെ വളരെ ശക്തമായ ഒരു സൂചനയായിട്ട് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ. തുടർന്ന് അള്ളാഹു പറയുന്നത് ഇവയിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും മനുഷ്യന്റെ ഭാഷയും തൊലിവർണ്ണവും വ്യത്യാസപ്പെട്ടതായി മാറിയതിലും വൈവിധ്യമുള്ളതായി മാറിയതിലും ശാസ്ത്രകാരന്മാർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്.
ഇന്ന ഫീ ദാലിക ആയാത്തിൻ ലിൽ ആലിമീൻ എന്നാണ്. ആലിമീൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരാണ്, അറിവുള്ളവരാണ്, ജ്ഞാനപരമായ വലിയ സാധ്യതകള് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകൾ, അറിവ് അന്വേഷിച്ച് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകള് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ആലിമൂൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതില് ഇസ്ലാം ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റ് മാത്രമായിട്ട് അതിലുള്ള അതുമായി ബന്ധപ്പെട്ട അറിവ് മാത്രമാണ് ഇൽമ് എന്ന് കാണുന്നില്ല. എല്ലാം അറിവാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എല്ലാം ശാസ്ത്രമാണ്, ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ് ഇസ്ലാം. ഇൽമ് എന്ന് പരാമർശിക്കുന്ന എല്ലാം തന്നെ. അപ്പൊ അള്ളാഹുവോട് സൂചിപ്പിക്കുന്ന കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കാണ്? ലിൽ ആലിമീൻ, ശാസ്ത്രകാരന്മാർക്ക് അല്ലെങ്കിൽ ജ്ഞാനികൾക്ക്, അറിവുള്ളവർക്ക്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ അറിവിനോട്, ജ്ഞാനത്തോടുള്ള ഒരു സമീപനം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതില് ഏതെങ്കിലും ഡിസിപ്ലിനുകളായി സെപ്പറേറ്റ് ആയിട്ട് പരസ്പരം വെള്ളം ചേരാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായിട്ട് അറിവിനെ അല്ലെങ്കിൽ ശാസ്ത്ര വിഭാഗങ്ങളെ ഇസ്ലാം കാണുന്നേ ഇല്ല. അറിവിനെ ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതിന്റെ പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പരാമർശിക്കുന്ന വൈജ്ഞാനിക ലോകത്തെയോ പഠന ലോകത്തെയോ വ്യത്യസ്തമായ ബ്രാഞ്ചസ് ഓഫ് നോളജ് എന്ന് പറയുന്ന സംഗതികൾ. എല്ലാം നോളജ് ആണ്, എല്ലാം സയൻസ് ആണ്. അതിന്റെ ചില ഉപമേഖലകളാണ് നമ്മൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി എന്ന നിലയ്ക്ക് പരാമർശിക്കാറുള്ളത്. അപ്പോൾ ആലിമുകളെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ പല സൂചനകളും നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ ഇവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തുടർന്ന് പറയുന്നത് വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ, നിങ്ങളുടെ രാവിലും പകലിലുമായിട്ടുള്ള ഉറക്കം. മനാം എന്ന് പറഞ്ഞ നൗമിന്റെ വേറെ രൂപമാണ്. മനാമുക്കും ബില്ലൈൽ വന്നഹാർ, കൂടുതൽ ആളുകളും രാത്രിയാണ് ഉറങ്ങുന്നത്. എന്നാൽ പകൽ ഉറങ്ങുന്ന ആളുകളുണ്ട്. രാത്രി ജോലി ചെയ്യുന്നതിന് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുകയും പകല് ഉറങ്ങുകയും ചെയ്യുന്നവരുണ്ട്. കൂടുതൽ ആളുകളും രാത്രി വിശ്രമ സമയമായി കണ്ടുകൊണ്ട് പകല് അവരുടെ ജീവിതായോധനത്തിനായിട്ട് നീക്കിവെക്കുന്ന ആളുകളാണ്. അപ്പോ നിങ്ങളുടെ രാവിലും പകലിലുമായി നിങ്ങൾ അനുഭവിക്കുന്ന മനാം, ഉറക്കം, ആ ഒരു സംഗതി, അതില് ദൈവിക ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. എന്താണ് ഈ ഉറക്കം എന്നത്? നമുക്ക് ഉറക്കം വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. ഉറക്കം അനുഭവിച്ചാലേ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഉറക്കത്തെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്താനൊന്നും നമുക്ക് കഴിയില്ല. ഉറക്കം ഒരു ആക്റ്റീവ് ലൈഫിന്റെ അവസരമല്ല എന്നുള്ള നമുക്കറിയാം. പക്ഷെ നമുക്കൊക്കെ ഉറക്കം വളരെ ആവശ്യമാണ്. ഉറക്കം അനുഭവിക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ് ഈ പ്രതിഭാസം? എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിന് സംഭവിക്കുന്നത് ആ ഘട്ടത്തിൽ എന്നത് തീർച്ചയായിട്ടും പഠന വിധേയമാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം, അത് രാത്രിയിൽ ഉറങ്ങുന്നതായാലും പകൽ ഉറങ്ങുന്നതായാലും, അതൊരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച്, അത് വളരെ വിസ്മയകരമായ ഒരു സംഗതിയാണ്. ഒരാള് നീണ്ടു നിവർന്ന് കിടന്ന്, കൈകാലുകൾ നിവർന്ന് കിടന്നിട്ട് കണ്ണ് ചിമ്മി അങ്ങ് ഉറങ്ങിപ്പോകുമ്പോ എന്ത് മാറ്റാണ് യഥാർത്ഥത്തിൽ അയാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. അത് ഇല്ലാതാവുമ്പോ ബാക്കിയുള്ളവർക്ക് അയാളില് ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നിക്കൊള്ളുന്നില്ല. പക്ഷെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, ഉറങ്ങാൻ കഴിയാതെയായാൽ ഒരാൾ അനുഭവിക്കുന്ന അസ്വസ്ഥത അങ്ങേയറ്റം ഭീകരതയുള്ളതാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതില് വളരെ പ്രാധാന്യമുള്ള ദൈവിക ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്.
വബ്തിഗാഉകും മിൻ ഫദ്ലി. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് നിങ്ങളൊക്കെയും തന്നെ അവന്റെ ഫദ്ല് തേടിക്കൊണ്ട്, അവന്റെ ഔദാര്യവും വിഭവങ്ങളും ഒക്കെ തേടിക്കൊണ്ട് നടക്കുന്നു എന്നത്. വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. ഫദ്ല് ഭൗതിക ജീവിതത്തിന് ആവശ്യമായ ദൈവികമായി ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്ന പല വിഭവങ്ങൾക്കുമാണ് ഖുർആൻ ആ പദം സൂചിപ്പിക്കുന്നത്. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയിൽ ഈ വാക്ക് കാണാൻ കഴിയും. വഫ്തഹ്ലി അബ്വാബ ഫദ്ലിക എന്ന് പറയുന്നു. പള്ളിയിലേക്ക് കടക്കുമ്പോൾ റഹ്മത്തിക്ക എന്നാണ് പറയുന്നതെങ്കിൽ പുറത്തു കടക്കുമ്പോൾ ഫദ്ലാണ് തേടുന്നത്. അപ്പോൾ ഫദ്ല് ഐഹിക ജീവിതത്തിന് മനുഷ്യന് ആവശ്യമായിട്ടുള്ള പല വിഭവങ്ങളും ഒക്കെയാണ് അതിന്റെ സൂചന. അപ്പോ നിങ്ങള് ദൈവികമായ ദൈവികമായി നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ തേടിക്കൊണ്ട് രംഗത്ത് വരുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും അതിലും വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ ഒരു ഇബ്തിഗാഉ ഫദ്ല് നടത്താത്ത ഒരു ജീവിയും ഭൂമുഖത്തുണ്ടാവില്ല. ആർക്കും ഫ്രീ ആയിട്ടൊന്നും ഇവിടെ അങ്ങ് വായിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നില്ല. അത് ശൈശവത്തിലൊക്കെ ഉണ്ടാവും. മനുഷ്യരുടെ കുട്ടികൾക്കും അതുപോലെ പക്ഷി കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന കാണാൻ കഴിയും. പക്ഷെ വിഭവങ്ങൾ തേടിക്കൊണ്ട് മനുഷ്യൻ പ്രയത്നിക്കുക എന്നത് വളരെ ആവശ്യമായ വിധത്തിലാണ് അള്ളാഹു എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിന് സമാനമായ വിധത്തിലുള്ള പ്രയത്നങ്ങളൊക്കെ എല്ലാ ജീവജാലങ്ങളും നടത്തുന്നുണ്ട്, അവർക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ ലഭിക്കാൻ വേണ്ടി എന്നതാണ് വസ്തുത. അപ്പോ അതിലും വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, നിങ്ങൾ അവന്റെ ജീവിത വിഭവങ്ങൾ തേടുന്നതിന് വേണ്ടി മുതിരുന്നതും അതിലും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതിന്റെ ഒരുപാട് വ്യാപ്തിയുള്ള വിശദീകരണത്തിന് സാധ്യതയുള്ള ഒരു പ്രയോഗമാണത്. മനുഷ്യന്റെ എക്കണോമിക് എന്റർപ്രൈസസ് ഒക്കെയും ഈ വരുതിയിൽ വരുന്നതാണ്. മനുഷ്യന് വിഭവങ്ങൾ ആവശ്യമുണ്ട്, അതുപോലെ വരുമാനം ഉണ്ടാവണം, എന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. അതിനുവേണ്ടി മനുഷ്യൻ അന്നം തേടി വിഭവങ്ങൾ തേടി ഏർപ്പെടുന്ന പ്രയത്നങ്ങളുടെ വൈവിധ്യം ഒന്ന് വിലയിരുത്തിയാൽ മനുഷ്യന്റെ മുഴുവൻ എക്കണോമിക് എന്റർപ്രൈസസും ഈ ഒരു മേഖലയിൽ മനുഷ്യന്റെ വിഭവം തേടിക്കൊണ്ടുള്ള പ്രയത്നങ്ങൾ അത് ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. അത് നമ്മൾ പല മേഖലകളിലായിട്ട് പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര മേഖലകളാണിത്. ഇതൊക്കെയും ഇപ്പോഴും തന്നെ ധനശാസ്ത്ര തത്വവും വാണിജ്യ ശാസ്ത്രവും അതുപോലെ ധനകാര്യ ശാസ്ത്രവും ഒക്കെ ഒരുപാട് വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതൊക്കെയും മനുഷ്യന്റെ ഫദ്ല് തേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളാണ് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും അള്ളാഹുവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നുണ്ടാവില്ല. ലോകത്തിപ്പോ ടാക്സ് പോളിസീസ് രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന, അതുപോലെ സാമ്പത്തിക നയനിലപാടുകൾ രാജ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിലൊക്കെ തന്നെ ഈ മനുഷ്യന്റെ ഈ പ്രയത്നം ഉണ്ടല്ലോ, ഇബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ വിഭവങ്ങൾ തേടിക്കൊണ്ടുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവന്റെ മനഃശാസ്ത്രം, അവന്റെ താല്പര്യങ്ങള്, അവന്റെ നിലപാടുകള്, അതിനുള്ള പ്രചോദനം, അതിന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. ഇപ്പോ ചില രാജ്യങ്ങളുടെ ടാക്സേഷൻ പോളിസീസ് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയുന്ന വിധത്തിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സമീപകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ചില നല്ല മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചില നയങ്ങള് നമ്മുടെ മാർക്കറ്റിനെയും അതുപോലെ ഉൽപാദന മേഖലയെയും ഒക്കെ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് ഈ പ്രതിഭാസത്തിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല, ശരിയായ ഒരു അടിത്തറയിലുള്ള പഠന മേഖലയല്ല എന്ന വിധത്തില് നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല ധനതത്വശാസ്ത്രത്തെയും വാണിജ്യ ശാസ്ത്രത്തെയും അതുപോലെയുള്ള മനുഷ്യന്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
പഠന മേഖലകളെയും ഒന്നും തന്നെ എന്നതാണ് ഇവിടെ ലഭിക്കുന്ന സൂചന. ഇതിലെ മനുഷ്യന്റെ മനഃശാസ്ത്രം ഒരു ഫാക്ടറാണ്. മനുഷ്യന്റെ ജൈവികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംഗതികളും ഇതില് പല ഘടകങ്ങളുമായിട്ട് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ. കേട്ട് മനസ്സിലാക്കാനുള്ള സന്നദ്ധതയുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിൽ വളരെ പ്രാധാന്യമുള്ള ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് മേഖലയാണ് നമുക്ക് ദൈവിക ജ്ഞാനവുമായി ബന്ധമില്ലാത്തതാണ് എന്ന വിധത്തിൽ മാറ്റി നിർത്താൻ പറ്റുക? നമ്മളുടെ വിഭജനങ്ങളാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടും സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഈ ക്ലാസിഫിക്കേഷൻ, ശാസ്ത്രം, സാമൂഹ്യ പഠന മേഖലകള് എന്നൊക്കെയുള്ള വിധത്തിലുള്ള വിഭജനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള വിഭജനങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിന്റെ റൂട്ടില് ഇതൊക്കെ നോളജ് എന്ന ഒരു എൻറ്റിറ്റിയിലേക്ക് വന്നു ചേരുന്നത് കാണാം. അതിൽ ഓരോന്നിലും ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ വളരെ വിലപ്പെട്ട ഒരു ശേഖരം തന്നെയായിരിക്കും. ഇതൊക്കെ തന്നെ മതി നമുക്ക്. മനുഷ്യന്റെ സാമ്പത്തിക പ്രയത്നങ്ങളെ മാത്രം നിരീക്ഷിച്ചാല് ഒരാൾക്ക് പ്രപഞ്ചത്തിന്റെ ആസൂത്രകനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം, സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. ലോകത്ത് വേറൊരു സാമ്പത്തിക ദർശനത്തിലും ഇല്ലാത്തൊരു സംഗതിയാണ് സക്കാത്തും സദഖയും. ക്യാപിറ്റലിസം എടുത്താലും സോഷ്യലിസമോ കമ്മ്യൂണിസമോ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്ര വീക്ഷണങ്ങളെ പരിഗണിച്ചാലും അതിലൊന്നും തന്നെ അധ്വാനിക്കാൻ കഴിയാത്ത, ദുർബലരായ, സ്വന്തമായിട്ട് വരുമാനം ആർജിക്കാൻ കഴിയാത്ത ഒരു നിർണിത ശതമാനം ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കായിട്ട് ഒരു സംവിധാനം, അവർക്കായിട്ട് ഒരു വിഹിതം എന്നൊരു കോൺസെപ്റ്റ് അതിലൊന്നും കാണാൻ കഴിയില്ല. അത് വളരെ വിസ്മയകരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സമ്പദ് ശാസ്ത്രത്തിലാണ്. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളിലാണ്. ഏകദേശം ഒരു 100 ആളുകളെ എടുത്താൽ അതിലൊരു 3 ആളുകളെങ്കിലും ഏകദേശം സ്വന്തമായിട്ട് വരുമാനം ആർജിക്കാൻ കഴിയാത്തവരായിരിക്കും. അവർക്ക് വേണ്ടി ബാക്കി 97% ആളുകൾ അവരുടെ വരുമാന വിഹിതം അവരുടെ അവകാശമായിട്ട് നീക്കി വെക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് വളരെ വിസ്മയകരമായ ഒരു തത്വം അതിൽ കാണാൻ കഴിയും. അപ്പൊ ഏത് മേഖലയിലാണ് അതില് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ അതിഗംഭീരമായി ആസൂത്രണം ചെയ്ത ഒരു റബ്ബിനെ കുറിച്ച് കൃത്യമായ സൂചന നൽകാത്തതായിട്ട് ഏത് പഠന മേഖലയുണ്ട്? നമുക്കൊന്നും കാണാൻ കഴിയും. ശാസ്ത്രം വലിയ സൂചനകൾ ഇത് സംബന്ധമായത് നൽകുന്നതാണ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ശാസ്ത്രം മാത്രമൊന്നുമല്ല, നേരത്തെ നമ്മൾ കണ്ടല്ലോ ഭാഷയെക്കുറിച്ചുള്ള പഠനം. ഭാഷയും മനുഷ്യന്റെ തൊലിവർണ്ണവും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വല്ലാത്തൊരു വിസ്മയകരമായ ഒരു സംഗതിയല്ല ഇവിടെ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതേപോലെ മനുഷ്യന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ, ഇബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അത് കൃത്യമായിട്ടും മനുഷ്യന്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. അതിലും നിങ്ങൾക്ക് ദൈവിക ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്തിഗാഉകും മിൻ ഫദ്ലി, മനുഷ്യൻ ഇര തേടി നടക്കുന്നത്, വിഭവങ്ങൾ തേടി നടക്കുന്നത്, അധ്വാനിക്കുന്നത്, സംരംഭകനാകുന്നത്, വലിയ കോർപ്പറേറ്റുകളുടെ ഒക്കെ കാലാണല്ലോ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ സാമ്പത്തിക താല്പര്യങ്ങള് പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് അവരുടെ പദ്ധതികളുമായി രംഗത്ത് വരുന്നത്. ഇതിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ ചില ദൈവിക പ്രതിഭാസങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അടിസ്ഥാനപരമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര തത്വം അത് മറ്റൊരു വ്യവസ്ഥയിലും കാണാൻ കഴിയില്ല. ലോകത്തെ ഒരു സംവിധാനത്തിലും, ജനാധിപത്യത്തിലോ സോഷ്യലിസത്തിലോ കമ്മ്യൂണിസത്തിലോ ക്യാപിറ്റലിസത്തിലോ അല്ലെങ്കിൽ വളരെ പഴയ കാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും സാമ്പത്തിക ദർശനങ്ങളിലോ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത, എന്നാൽ മനുഷ്യന്റെ ഇബ്തിഗാഉകും മിൻ ഫദ്ലിഹി എന്ന
ഈ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി ചെയ്യാൻ കഴിയുന്നവരല്ല മനുഷ്യരിലെ എല്ലാവരും തന്നെ. അത് പരിഗണിച്ചുകൊണ്ട് ഒരു വിഹിതം അവരുടെ അവകാശമാണ് എന്ന് പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇതിലൊക്കെ തന്നെ കൃത്യമായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അറിവുള്ളവർക്കും കേട്ട് മനസ്സിലാക്കാൻ സന്നദ്ധതയുള്ളവർക്കും അതിൽ വലിയ ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളുടെ അർത്ഥവ്യാപ്തി കാരണമായിട്ട് അവസാനിപ്പിക്കാനും അതല്പം വൈകി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.